السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وسائر الماضيين وجميع المؤمنين. بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: بعثت لأتمم مكارم الأخلاق. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉൻ നൂറിൻ്റെ 8ാമത്തെ ദിനം ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഖ്ലാഖ് കരീമയും അവിടുത്തെ ശമാഇലും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖലം 4ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഉത്തമമായ സ്വഭാവമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിൽ ഉദ്ധരിച്ചു. നവാദിറുൽ ഉസൂലിൽ ഹക്കീമു തുർമുദി തങ്ങൾ 263ാമത്തെ അസലിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1425ാമത്തെ ഹദീസ്, 1-ാം വാല്യം, 1107ാമത്തെ പേജ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഷരീഫ്: ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. അഖ്ലാഖിൻ്റെ എല്ലാ ഭംഗികളും എല്ലാ ബഹുമതികളും ഹുസ്നുകളും പരിപൂർണമാക്കാൻ വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളുടെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ളവരാണ്. അതോട് ഒരുപാട് അഖ്ലാഖ് കരീമ കൊണ്ട് അനുഗ്രഹീതരാണ് അമ്പിയാക്കൾ അലൈഹിമുസ്സലാം. എന്നാൽ അഖ്ലാഖ് കരീമയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ അഖ്ലാഖിൻ്റെ ഹുസ്നുകളാണ് അമ്പിയാക്കൾക്ക് വ്യത്യസ്തമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊടുത്തത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട വ്യക്തിത്വത്തിൽ അഖ്ലാഖിൻ്റെ ഏതെല്ലാം ഹുസ്നുകളുണ്ട്, അതിൻ്റെ ഏതെല്ലാം ഇനങ്ങളുണ്ട്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള എല്ലാ അമ്പിയാക്കൾക്ക് കൊടുത്ത എല്ലാ സ്വഭാവങ്ങളുടെയും ജാമ്യ, എല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള അഖ്ലാഖ് കരീമ, ഹുസ്നുൽ അഖ്ലാഖ്, മഹാസുനുൽ അഖ്ലാഖ്, മകാരിമുൽ അഖ്ലാഖാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം 90ാമത്തെ ആയത്തിൽ പറഞ്ഞു: ഫബിഹുദാഹു മുഖ്തദിഹ്. ആ അമ്പിയാക്കളുടെ ചര്യ നിങ്ങൾ സ്വീകരിക്കണം. അതായത് ഏതെല്ലാം ഹസ്ലത്തുകൾ, കമാലുകൾ, സിഫത്തുകൾ ഷറഫിൻ്റെയും ഫളായിലിൻ്റെ ഉണ്ട്, എല്ലാം വ്യത്യസ്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിനിക്ക് കൊടുത്തിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ടതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. മറ്റു അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിനിക്ക് അല്ലാഹു നൽകിയ പ്രത്യേകമായ അഖ്ലാഖിൻ്റെ ഹുസ്നുകൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനിക്ക് കൊടുത്ത സഖാവത്തും ഹെൽമും, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനിക്ക് കൊടുത്ത സിദ്ഖുൽ വഅദും, ദാവൂദ് നബി അലൈഹി സ്വലാമിനിക്ക് കൊടുത്ത ശുക്റും, അതുപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാമിനിക്ക് കൊടുത്ത ആ അധികാരവും ആ ശുക്റും, അയ്യൂബ് നബി അലൈഹി സ്വലാമിനിക്ക് കൊടുത്ത സബറും,
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത മുഅ്ജിസാത്തുൽ ഖാഹിറ, സക്കരിയ നബി അലൈഹി സ്വലാമിന് കൊടുത്ത മുനാജാത്ത്, യഹ്യാ നബി അലൈഹി സ്വലാമിന് കൊടുത്ത തളറു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അങ്ങനെ കയ്യിനിക്കുള്ള പവർ, അങ്ങനെ ഓരോ വിഷയത്തിലും ആ ധൈര്യം, അതെല്ലാം എല്ലാ സ്വഭാവത്തിൻ്റെ എന്തെല്ലാം ഗുണങ്ങളുണ്ട് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ? ആ സമയത്ത് സഅദ് ഇബ്നു ഹിശാം എന്നവർ പറഞ്ഞു, അതെ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുൽഖ് അത് പരിശുദ്ധ ഖുർആനാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൻ്റെ ബാബു സ്വലാത്തിൽ ലൈൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുൽഖ് അത് സ്വഭാവമാണ്, അത് ഖുൽഖ് ഖുർആനാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിലെ കിതാബ് സ്വലാത്തിൽ മുസാഫിരിൻ വ ഖസ്രിഹ ബാബു ജാമിഉ സ്വലാത്തിൽ ലൈൽ 746 ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ ഗ്രന്ഥങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഗ്രന്ഥങ്ങൾ കുതുബു സാബിഖത്തിൽ ഇൽഹാമിയ, ആ ഇറക്കിയ എല്ലാ ഗ്രന്ഥങ്ങളിലും ഒരുപാട് അദബുകളും ഫളായിലുകളും ഔസാഫ് ഹമീദയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പരിശുദ്ധ ഖുർആനിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ട് എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതിൻ്റെ സംക്ഷിപ്തം. അതായത് പരിശുദ്ധ ഖുർആനിൽ എത്ര മഹാമിദ് അഖ്ലാഖ്, മഹാസിൻ അഖ്ലാഖ് പറയപ്പെട്ടുകണ്. എല്ലാ അമ്പിയാക്കൾ, എല്ലാ ഫളായിലുകളും ഔസാഫ് ഹമീദയും ആദാബും എല്ലാം പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടിട്ടുണ്ട്. എല്ലാം വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ എല്ലാം പരിശുദ്ധ ഖുർആനിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മഹാമിദുൽ അഖ്ലാഖ്, മക്കാരിമുൽ അഖ്ലാഖ്, മഹാസുലുൽ അഖ്ലാഖ് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആനാണെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിഷയത്തിലും, എല്ലാ കമാലാത്ത് പോലെ മഹാസിനുൽ അഖ്ലാഖിലും മർത്തബ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയതാണ്. എല്ലാ അമ്പിയാക്കളെക്കാളും വലിയ സ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസുരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബുർദത്തു ഷരീഫയുടെ 3-ാമത്തെ ഫസ്ൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞത്, ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമീ. അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിലും സ്വഭാവത്തിൻ്റെ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നബിമാരെക്കാളും വലിയ സ്ഥാനത്തിലാണുള്ളത്. വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമീ ഇൽമിൻ്റെ വിഷയം നോക്കിയാലും കറമ്, സഹാബത്ത്, ധർമ്മത്തിൻ്റെ വിഷയം നോക്കിയാലും ഏത് വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സ്ഥാനത്താണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് പോലും അമ്പിയാക്കൾ എത്തൂല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തിമുൻ നബിയ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഒരു നബി വരാനില്ല, വരികയുമില്ല. മാത്രമല്ല അതുകൊണ്ട് ഏതെല്ലാം നിലക്ക് അഖ്ലാഖ് കരീമുണ്ട്, ആദാത്ത് ഹസന ഉണ്ട്, അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. കാരണം ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ ജനങ്ങൾക്കും മുഖ്തദയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിഷയത്തിലും തുല്യത ഇല്ലാത്ത വ്യക്തിത്വമാണ്. സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിലും തുല്യതയില്ലാത്ത അസാധാരണ സൃഷ്ടിപ്പ്, സ്വഭാവത്തിൻ്റെ വിഷയത്തിലും അസാധാരണ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസാധാരണ നബി, അസാധാരണ മനുഷ്യൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ സ്വഭാവങ്ങൾ എത്രമാത്രം, ആ അഖ്ലാഖു നുബുവത്ത് വല്ലാത്തൊരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം പരിശുദ്ധ ഖുർആൻ
പറഞ്ഞ അവിടുത്തെ അഖ്ലാഖ് കരീമ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. സൂറത്തു ആൽ ഇംറാൻ 159. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്ത് കൊണ്ടിട്ടാണ് ജനങ്ങളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ അവിടുത്തെ സ്വഭാവം കണ്ട് മആസിൽ അഖ്ലാഖ് കണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കൂടുതൽ വരുന്നത്. ആ സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടുനിൽക്കുമായിരുന്നു എന്ന് സൂറത്തു ആൽ ഇംറാൻ 159 പറയുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖ്ലാഖ് കരീമ ഏത് വിഷയം നോക്കിയാലും അവിടുത്തെ സ്വഭാവം, അതുപോലെ അവിടുത്തെ അഖ്ലാഖിനെ സംബന്ധിച്ച് അല്ലാഹു തആല അലീം എന്ന് പറഞ്ഞതാണ്. അതേ സ്ഥാനത്ത് നിഅമത്തുകളെക്കുറിച്ച്, ദുനിയാവിലെ നിഅമത്തുകളെക്കുറിച്ച് ഖുൽ മതാഉദ് ദുനിയ ഖലീൽ, ഖലീൽ എന്ന് പറഞ്ഞത് തന്നെ നമുക്ക് എണ്ണി തീർക്കാൻ കഴിയില്ല. അല്ലാഹ് ദുനിയാവിലെ നിഅമത്തുകൾ, വൈൻ തഅദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ. പിന്നെ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖ്ലാഖ് കരീമ, വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, സ്വഭാവത്തെക്കുറിച്ച് വകാന ഫദ്ലുല്ലാഹി അലൈക അലീമ, അത് നമ്മൾ എങ്ങനെ എണ്ണിത്തീർക്കും? ഒരിക്കലും സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് വിഷയം നോക്കിയാലും അവിടുത്തെ സ്വഭാവം, അവിടുത്തെ വിശാലമായ ബുദ്ധി, സുബ്ഹാന ജല്ല ജലാലുഹു. വഹബ് ബിൻ മുനബ്ബിഹ് തങ്ങൾ പറഞ്ഞത് സുബുലുർ റഷാദ്, സുബുലുൽ ഹുദ ഫീ സീറത്ത് ഖൈറുൽ ഇബാദിലൊക്കെ പറഞ്ഞത് കാണാം. ഹിലിയത്തുൽ ഔലിയയിൽ പറഞ്ഞത് കാണാം. ഇമാം അഹ്മദ് റളിയല്ലാഹു തജല്ലിയുൽ യഖീൻ, അതായത് തജല്ലുൽ യഖീനിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാലമായ ബുദ്ധിയുടെ ജുസിലേക്കും മറ്റുള്ള ബുദ്ധി എത്തുകയില്ല. അത്രക്കും വിശാലമായ ബുദ്ധിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ളത് എന്ന് ഖാദിയാൽ റഹ്മത്തുള്ളാഹി ഷിഫായിലും 1-ാം വാല്യം 42 പറയാണ്. ബഹുമാനപ്പെട്ട സുർഖാനി ഇമാം മവാഹിബുൽ ലദുന്നിയുടെ ഷറഹു സുർഖാനി അൽ മവാഹിബുൽ ലദുന്നിയ 4-ാം വാല്യം 250 പറയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സബ്ർ, അവിടുത്തെ ഹിൽമ്, അവിടുത്തെ അഫ്വ് സൂറത്തുൽ മാഇദയിലും, സൂറത്തുൽ മാഇദ 13-ാമത്തെ ആയത്തിലും, സൂറത്തുൽ അൻആം 34-ാമത്തെ ആയത്ത്, സൂറത്തുൽ അറാഫ് 199, സൂറത്തുൽ അഹ്ഖാഫ് 35, അതുപോലെ സൂറത്തു തൗബ 114-ാമത്തെ ആയത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സബ്ർ, ഹിൽമ്, അഫ്വിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ എത്രയാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെ ഷമാഇൽ, വല്ലാത്തൊരു വിഷയമാണ് ഷമാഇൽ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കമാലു സീറത്തിലും അവ്വലീങ്ങളെക്കാളും ആഖിറിനേക്കാളും തുല്യതയില്ലാത്ത വ്യക്തിത്വമാണ്. അതേപോലെ അവിടുത്തെ ജമാലു സൂറത്തിലും തുല്യതയില്ലാത്ത വ്യക്തിത്വമാണ്. അവിടുത്തെ സ്വഭാവത്തിൻ്റെ വിഷയത്തിലും കമാലിൻ്റെ വിഷയത്തിലും എല്ലാ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുല്യതയില്ലാത്ത വ്യക്തിത്വമാണ്. അതല്ലേ കമാലുദ്ദീൻ ദമീരി റഹിമഹുല്ലാഹ് അവിടുത്തെ ഹയാത്തുൽ ഹൈവാൻ 1-ാം വാല്യം 42 പറഞ്ഞത്, ലം യഖ്ലുഖിർ റഹ്മാനു മിസ്ല മുഹമ്മദി അബദൻ വഇൽമി അന്നഹു ലാ യഖ്ലുഖു. ഹയാത്തുൽ ഹൈവാൻ 1-ാം വാല്യം 42 പറഞ്ഞു. മാത്രമല്ല ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വഅജ്മാലു മിൻകാലം തറഖത്തു ഐനി വഅക്മാലു മിൻകാലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. മാത്രമല്ല ബഹുമാനപ്പെട്ട ബൂസൈമാൻ പറഞ്ഞു, മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ, അവിടുത്തെ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ, അവിടുത്തെ ഷമാഇലിൻ്റെ വിഷയത്തിൽ, അവിടുത്തെ ഖസാഇലിൻ്റെ വിഷയത്തിലെല്ലാം തുല്യതയില്ലാത്ത വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട ആല ഹദ്റത്ത് ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞ ബൈത്തുകൾക്ക് തന്നെ ഒരു തർജുമത്ത് എന്ന നിലയ്ക്ക് മഹാനവർ പാടിയ ബൈത്തിൽ പറഞ്ഞത് കാണാം. तेरे खल्क़ को हक़ ने जमीली कहा, तेरे खुल्क़ को हक़ ने अजीम कहा, ना हुआ है ना हो कोई मिस्ल तेरा, तेरे खालिक़ हुस्न अदा की कसम. ना हुआ है ना होगा ഷഹാ തെരെ ഖാലിഖെ ഹുസ്നു അദാ കി ഖസം. ഇങ്ങനെയൊക്കെ ബഹുമാനപ്പെട്ട ആല ഹദ്റത്ത് റഹ്മത്തുള്ളാഹി പാടിയത് കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൗന്ദര്യത്തിൻ്റെ വിഷയത്തിൽ, സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ തുല്യതയില്ലാത്ത വിധത്തിൽ പടക്കപ്പെട്ടു. കഅന്നക ഖുലിഖത കമാ തശാഉ. അതിനെ സംബന്ധിച്ചുമാണ് ആല ഹദ്റത്ത് റഹിമത്തുള്ളാഹി ബൈത്തിൽ പറയുന്നത്, തെരെ ഖൽഖ് കോ ഹഖ് നെ ജമീലി കഹാ, തെരെ ഖുൽഖ് കോ ഹഖ്, തെരെ ഖൽഖ് കോ ഹഖ് നെ ജമീലി കിയാ, തെരെ ഖുൽഖ് കോ ഹഖ് നെ അസീം കഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ചും അതുപോലെ അവിടുത്തെ ഷമാഇലുമായി ബന്ധപ്പെട്ട വിഷയം,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ വിഷയങ്ങളും ധാരാളം വിശാലമായ ചർച്ച ഉള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, അവിടുത്തെ ഷഫഖത്തും റഹ്മത്തും എത്രയാണ്, ഉമ്മത്തിനോട് അവിടുന്ന് കാണിച്ച ഷഫഖത്തും റഹ്മത്ത് എത്രയാണ്, സത്യനിഷേധികളോട് പോലും അവിടുന്ന് കാണിച്ച റഹ്മത്ത്, അതുപോലെ ഹുസ്നുൽ മആശിറത്തുള്ള തഅക്കീദ്, അങ്ങനെ ഓരോ കുട്ടികളോട് കാണിച്ച ഷഫഖത്തും റഹ്മത്തും, അതുപോലെ വലിയവരോട് കാണിച്ചതും, അതുപോലെ അടിമകളോടും നാക്കാലികളോടും പക്ഷികളോടും ഹശറാത്തുൽ അർളിനോടെല്ലാം ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഭാവം, വണ്ടമായ സ്വഭാവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് അവിടുത്തെ തവാദു, അവിടുത്തെ ഹുസ്നുൽ മുആശറത്ത്, അവിടുത്തെ ഈസാറ് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്ന സുഹദ്, ഖൗഫ്, ഇബാദത്ത്, എല്ലാ വിഷയത്തിലും, സിദ്ഖിൻ്റെ വിഷയത്തിലും, ഹുസ്നുൽ അഹദ് വഫാ, അതുപോലെ ഇഫത്ത്, ഹയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയത്തിനെ ഓരിവെച്ചത് വല്ലാത്തൊരു അത്ഭുതകരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഖ്ലാഖുമായി ബന്ധപ്പെട്ട, ശമായിലുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, അവിടുത്തെ അഅ്ളാഉ ശരീഫ, തുല്യത ഇല്ലാത്ത അവയവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട കണ്ണുകളെ സംബന്ധിച്ച് അവിടുത്തെ അവയവങ്ങളെക്കുറിച്ച് എത്രയാണ് മഹത്തുക്കൾ രേഖപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നി അറാ മാലാ തറൗന വഅസ്മഉ മാലാ തസ്മഊൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഷരീഫ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഖസായിസുൽ കുബ്ര 1-ാം വാല്യം 67 പറഞ്ഞു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഉം ബസറും, അവിടുത്തെ കേൾവി ശക്തിയും അവിടുത്തെ കാഴ്ച ശക്തിയും എത്രമാത്രം വലിയ അത്ഭുതകരമാണ്. വല്ലാത്തവർ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ തുല്യതയില്ലാത്ത വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എത്ര വിദൂരത്തുള്ള വസ്തുക്കളും കേൾക്കാനുള്ള പവർ, ഇഖ്തിയാർ, തസറുഫ് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം സുർഖാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ലാ ബുഅദ ഫീ സമാഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് കാന യസ്മഉ അതീത സമാഇ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പവർ എത്രയാണെന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അർശിൻ്റെ താഴെ ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നതും ആ ശബ്ദം അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഖസായിസുൽ കുബ്ര 1-ാം വാല്യം 53-ാമത്തെ പേജിലും, അതുപോലെ അദ്ദൗലത്തുൽ മക്കിയുടെ ഹാഷിയ ഇംബാഉൽ ഫുയൂദത്തുൽ മലക്കിയിൽ 180-ാമത്തെ പേജിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അതല്ല ഇമാം അഹ്മദ് റളിയല്ലാഹു റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ദൂറു നസ്ദീഖ് സുന്നെ വാലെ ഉക്കാൻ കാനെ ലാലെ കറാമത്ത് പിലാഖും സലാം, അടുത്തുനിന്നും ദൂരയിൽ നിന്ന് കേൾക്കാനുള്ള പവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. എന്തൊരു കറാമത്തിൻ്റെ ഉടമയാണ്, ബഹുമാനത്തിൻ്റെ ഉടമയാണ് അവിടെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. എന്താണ് ബഹുമാനമുള്ള ആ ചെവിടുകളും കണ്ണുകളും എന്ന്, ആ ചെവിടുകൾക്ക് എത്രമാത്രം തുല്യതയില്ലാത്ത ചെവിടുകളാണെന്ന് ബഹുമാനപ്പെട്ട ആല ഹളറത്ത് റഹ്മത്തുള്ളാഹി പറയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോന്നും അവിടുത്തെ ഷറഫാക്കപ്പെട്ട നാവിനെ സംബന്ധിച്ച്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമനീറിനെ സംബന്ധിച്ച്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശബ്ദത്തെ സംബന്ധിച്ച് ഇതെല്ലാം പല നിലക്കും തുല്യത ഇല്ലാത്തതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന ഇമാമത്ത്, അവിടുത്തെ വസ്ത്രം, അവിടുത്തെ ഷാല്, അവിടുത്തെ നഅലൈൻ ഷരീഫ്, അതുപോലെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറും അഅ്ളാഉം വലിയ മഹത്വമാണ്. അവിടുന്ന് ധരിച്ച മോതിരം മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് 3 പേരിൽ എഴുതപ്പെട്ട ആ മോതിരത്തെ സംബന്ധിച്ച് ശമാഇൽ തുർമുദി 7-ാം പേജിൽ കാണാം. അതുപോലെ അവിടത്തേക്ക് സുഗന്ധം വല്ലാത്ത സന്തോഷമായിരുന്നു, വല്ലാത്ത ഇഷ്ടമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും സുഗന്ധം ഉപയോഗിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം തന്നെ എപ്പോഴും സുഗന്ധമുള്ളതാണ്. എന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി എപ്പോഴും സുഗന്ധം ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ശമാഇൽ തുർമുദിയിലൊക്കെ കാണാം 15-ാമത്തെ പേജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഗന്ധം ഉപയോഗിച്ചിരുന്നതും, അതുപോലെ സുഗന്ധമായി ബന്ധപ്പെട്ട ആരെങ്കിലും സുഗന്ധം തന്നാൽ അത് മടക്കി അയക്കൂല, സുഗന്ധം സ്വീകരിക്കും. കാരണം സുഗന്ധം തന്നാൽ മടക്കരുത് എന്നും അതേ സ്ഥാനത്ത് സുഗന്ധം മറ്റു ചോദിക്കരുത് എന്നും അങ്ങനെയുള്ള ഒരുപാട്
മഹത്തുക്കൾ രേഖപ്പെടുത്തിയത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ആ വഴി മുഴുവനും സുഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കും. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തവാദു വല്ലാത്തൊരു തവാദുവിൻ്റെ ഉടമയായിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്തൊരു താക്കത്ത്, വല്ലാത്തൊരു കൈവേറിന്. റുഖാനയുടെ ചരിത്രം നോക്കിയാൽ യസീദ് ബിൻ റുഖാനയുടെ ചരിത്രം, അബുൽ അസ്വദുമായി ബന്ധപ്പെട്ട വിഷയക്ക് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പവർ എത്രയാണ്, ശക്തി എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്മാ മുബാറക്ക, ഒരുപാട് പേരുകളുണ്ട്. കസ്റത്തുൽ അസ്മായി തദുല്ലു അലാ ഷറഫിൽ മുസ്തഫ ഷറഫിൽ മുസമ്മ, കസറത്തുൽ അസ്മായി തദുല്ലു അലാ ഷറഫിൽ മുസമ്മ. പേര് അധികരിക്കുക എന്ന് പറഞ്ഞാൽ അത് മുസമ്മ, പേര് വെക്കപ്പെട്ട വ്യക്തിയുടെ മഹത്വത്തിൻ്റെ മേൽ അറിയിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് അസ്മാ മുബാറക്ക, അൽഖാബുകൾ എത്രമാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 5 പേരുകൾ മുഹമ്മദ് എന്നും അഹമ്മദ് എന്നും മാഹി എന്നും ഹാഷിർ എന്നും ആഖിബ് എന്നും അറിയപ്പെട്ട പേരുകളുള്ളത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി 1-ാം വാല്യം 501 ബാബു മാ ജാ ഫി അസ്മാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം പേരുകൾ മവാഹിബുൽ ദുനിയയിലും അല്ലാ നബവിയിലും കാണാം. 700 എന്നും 1400ഓളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുണ്യ പേരുകൾ കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുകൾക്ക് വലിയ ബറക്കത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾക്ക് വലിയ ബർക്കത്താണ്. ആ പുണ്യ പേരുകളെ സംബന്ധിച്ചും വിശദീകരിച്ചും ബഹുമാനപ്പെട്ട ഖാസിമുർ റസാഇ റഹ്മത്തുള്ളാഹി അലൈഹി തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദിൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു മഹത്തായ ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിലക്കും തുല്യത ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങളും അവിടുത്തെ ഷമാഇൽ ഹുലിയത്തു ഷരീഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷമാഇലു തുർമുദിയിലും അതുപോലെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവം പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജമാലും ഉണ്ടായിരുന്നു, ജലാലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കാരുണ്യം റഹ്മത്തുലിൽ ആലമീൻ ആയതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടുകൂടെ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. കാരുണ്യത്തിൻ്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുകയും ചെയ്തു. അതേ സ്ഥാനത്ത് വയ്യാക്കും വയ്യാഹും ലാ യുളില്ലൂനക്കും വലാ യഫ്തിനൂനക്കും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മനിസ്തുഗ്ളിബ വലം യഗ്ളബ് ഫഹുവ ഹിമാറുൻ. അതായത് ഗളബിൻ്റെ സമയത്ത് അവിടുത്തെ ജലാലിൻ്റെ സമയത്ത് ജലാല്, ജമാലിൻ്റെ സമയത്ത് ജമാല്, സ്നേഹത്തിൻ്റെ സമയത്തും സ്നേഹം. അള്ളാഹുവിന് വേണ്ടി ദേശം പിടിക്കേണ്ട സ്ഥലത്ത് ദേശം പിടിച്ചിട്ടുണ്ട്. ഇമാം മഹാന്മാരൊക്കെ രേഖപ്പെടുത്തതായി കാണാം. അൽ ഹബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ ജലാലുമായി ബന്ധപ്പെട്ടതും അവിടുത്തെ ജമാലുമായി ബന്ധപ്പെട്ടത് രണ്ടും നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിന് വേണ്ടിയാണ് എല്ലാ അമ്പിയാക്കൾ, സുദ്ദീഖീങ്ങൾ, ശുഹദാ, സ്വാലിഹീങ്ങളെ മഹബത്ത് വെക്കേണ്ടതെന്നും അതേ സ്ഥാനത്ത് അള്ളാഹുവിന് വേണ്ടി അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തെ ആളുകളെ സ്നേഹിക്കലോടുകൂടെ ദീനുൽ ഇസ്ലാം സുന്നത്ത് ജമാഅത്തിനെ അതുപോലെ ഇസ്ലാം വെറുക്കാൻ പറഞ്ഞ, ഇസ്ലാം ദേശം പിടിക്കാൻ പറഞ്ഞ അത്തരത്തിൽ ആളുകളോട് ദേശം വെക്കുകയും വേണം. അള്ളാഹുവിന് വേണ്ടി സ്നേഹം, അള്ളാഹുവിന് വേണ്ടി വിദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും നോക്കിയാൽ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് ജമാലും കാണാം, ജലാലും കാണാം. അവിടുന്ന് കാണിച്ച അൽ ഹുബ്ബു ഫില്ലാഹി എന്നതിൻ്റെ സന്ദേശം കാണാം, അൽ ബുഗ്ദു ഫില്ലാഹി എന്നതിൻ്റെ സന്ദേശം കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ അവയത്തിൻ്റെ ഷറഫാക്കപ്പെട്ട അവയവങ്ങളുമായി ബന്ധപ്പെട്ട പല നിലക്കും തുല്യത ഇല്ലാത്തതാണ്. അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൾ, അവിടുത്തെ കാലുകൾ. പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ ആയത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവയവങ്ങളുടെ പേരെടുത്തുകൊണ്ട് ആ പവർ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ വെളിവാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം പഠിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആസാറുമായി അവയവങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഓരോ ബാബുകളും, പ്രത്യേകിച്ചും ഷമാഇലു തുർമുദിയിൽ, അതുപോലെ അതിൻ്റെ ഹവാഷി, അതിനെ ശുറൂഹ് എഴുതിയ ഒരുപാട് ഇമാമീങ്ങൾ. അള്ളാഹു എല്ലാവരുടെയും ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ഇന്ന് വരെ ഷമാഇലുമായി ബന്ധപ്പെട്ട, അഖ്ലാഖുമായി ബന്ധപ്പെട്ട, മദ്ഹുമായി ബന്ധപ്പെട്ട, മീലാദ് ഷരീഫ്, അതുപോലെ ഖിയാം മീലാദ് ഷരീഫുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മഹത്തുക്കൾ എന്തെല്ലാം ഹക്കിൻ്റെ അഹ്ലുകാർ എഴുതിയിട്ടുണ്ട്, എല്ലാവരുടെയും ദറജാത്ത് ഉയർത്തി അവരൊക്കെ
മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി വസായിരിൽ മാദിഹീന വൽ മുഹിബ്ബീന വൽ ആശിഖീൻ വസായിരിൽ മുഅ്മിനീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.